ഹലോ കൂട്ടുകാരെ, സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. നമ്മളിപ്പോൾ ഉള്ളത് ബേവിഞ്ച കല്ലുംകൂട്ടത്താണ്. ഇവിടെ ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്ന ആനന്ദലബ്ധിയേകുന്ന ഇഷ്കെ റസൂൽ 2022 വേദിയിലാണ്. അതെ, ജില്ലാതല മദ്ഹ് ഗാന മത്സരം ഇവിടെ അല്പസമയത്തിനകം ആരംഭിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് ഗായകർ മുത്ത് ഹബീബിനെ നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട മാദഹീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ബേവിഞ്ചയിലെ കല്ലുംകൂട്ടത്തെ പരിപാടി ഇഷ്കെ റസൂൽ 2022 വേദിയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം അവസാനം വരെ എല്ലാവരും കാണുക. സ്റ്റാർനെറ്റ് പ്ലസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ നിൽക്കുക. നേരെ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു. പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ പരിപാടിയിൽ ചെറിയ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സെറൂനി പർദ സ്പോൺസർ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പരിപാടിക്കിടയിലൂടെ നമ്മൾ മാദഹീങ്ങളെ വിളിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം അവർക്കുള്ള സമ്മാനം സ്പോട്ടിൽ നമ്മൾ നൽകുന്നതായിരിക്കും. ഈ സമ്മാനം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ പച്ചക്കാടാണ്. അദ്ദേഹത്തിൻ്റെ സെറൂനി പർദയാണ് ഈ സമ്മാനം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മാദഹീങ്ങൾക്ക് വേണ്ടി കൈമാറുന്നത്. ഏതായാലും നല്ലൊരു വ്ളോഗ് തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരെ വ്ളോഗിലോട്ട് പോകണം. അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണുക. ഇഷ്കെ റസൂൽ 2022 കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ഗായക സംഘങ്ങൾ അണിനിരക്കുന്ന മദ്ഹ് ഗാന മത്സരം. ഇതൊക്കെ ഇവിടുത്തെ സംഘാടകരാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തി, കാരണം ലൈവ് ചെയ്യണുണ്ട്. സ്റ്റാർനെറ്റിൽ തന്നെയാണ് ലൈവും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നല്ലൊരു ഗാനം ഇവിടെ ഒരു സുഹൃത്ത് പാടുന്നത് കണ്ടു. അവൻ്റെ ആ ഗാനം ആദ്യം നമുക്ക് കേട്ടുകൊണ്ട് ബ്ലോഗ് മുന്നോട്ട് പോകാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വേദിയിൽ വരുമ്പോൾ നല്ലൊരു മദ്ഹ് ഗാനം പാടുന്നത് കേട്ടു. നമ്മളെ പ്രിയപ്പെട്ട പേരെന്തെന്ന് പറഞ്ഞു? തൗഫീഖ് റഹ്മാൻ. മാഷാ അല്ലാഹ്. ഹറാഗുംബട്ട് അറിയുമല്ലോ, ലോക മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ഗാനം. ആ ഗാനത്തിൻ്റെ ഒരു 4 വരി കേട്ടുകൊണ്ട് തന്നെ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് തുടക്കം കുറിക്കാം. അത് തൗഫീഖ് നേരെ പാടിയാലോ? മാഷാ അല്ലാഹ്. हराम बद जो देखोगे ज़माना भूल जाओगे, अगर तौबा को जाओगे तो आना भूल जाओगे. മദീനയിലൊന്ന് പോയിടണം, മനസ്സ് തുറന്ന് കരഞ്ഞിടണം, പതിയെ സലാം ചൊല്ലിടണം, പരിച്ചിൻ കൽബ് നൽകിടണം. नैतराओ ज़ियादा चांद तारो अपनी रंगत पर, नैतराओ ज़ियादा चांद तारो अपनी रंगत पर, मेरे आका को देखोगे चमकना भूल आओगे. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചില അക്ഷരത്തെറ്റുകളുണ്ട്, എങ്കിലും ആ ഒരു പാട്ട് പാടാൻ ശ്രമിച്ചു. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മറ്റ് കാഴ്ചകളിലോട്ട് നേരെ പോവാണ്. ഇപ്പം ജൂനിയർ സീനിയർ ഓഡിഷൻ നടക്കുവാണ്. കാരണം ധാരാളം കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒറ്റയടിക്ക് സ്റ്റേജിൽ കയറ്റാൻ ഏത് സംഘടനയ്ക്കായാലും പറ്റില്ല, ഏത് കോമ്പറ്റീഷൻ വെച്ചാലും പറ്റില്ല. മാഷാ അല്ലാഹ്, നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇരിക്കാനും അതുപോലെ തന്നെ പാടാനും വേണ്ടിയിട്ട് അതിഗംഭീരമായ സ്റ്റേജും കാര്യങ്ങളും. മാഷാ അല്ലാഹ്, ഓക്കെ, എല്ലാവർക്കും കാണാം. ഇവിടെ അതിനു മുമ്പ് ഇവിടെ ജഡ്ജസ്മാരൊക്കെ നമുക്ക് കാണാം. കമ്മിറ്റിക്കാരും ജഡ്ജസ്മാരൊക്കെ കൂടിയിട്ട് ഓഡീഷനിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുവാണ്. അതിനുശേഷമാണ് മത്സരത്തിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇതാണ് വേദി. ജില്ലാതല മദ്ഹ് ഗാന മത്സരവും ഗ്രാൻഡ് മൗലീദ് നടക്കുന്ന വേദി ഇതാണ്. ഇപ്പോൾ സാംസ്കാരിക സമ്മേളനം, അതായത് ഉദ്ഘാടന പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇതൊക്കെ കണ്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ കാണുക. ഇത് ജഡ്ജസിന് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സീറ്റ്, ജഡ്ജസൊക്കെ ഇരിക്കുന്നത് കാണാം ഇവിടെ. പിന്നെ ഇത് ഞങ്ങൾ തന്നെ ലൈവ് ചെയ്യുകയാണ്. സ്റ്റാർനെറ്റ് ലൈവിലൂടെയാണ് സ്റ്റാർനെറ്റ് ഇന്നത്തെ ഈ പരിപാടി ലൈവ് ചെയ്യണത്. ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞ് അറിയിക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രഗത്ഭരായ കുട്ടികളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്, എത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിനു മുമ്പ് ചില പരിപാടികളൊക്കെ വേദിയിൽ നടക്കാനുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ സമ്മാന വിതരണം, അതായത് ക്വസ്റ്റ്യൻ, കുട്ടികളോട് ചോദ്യം ചോദിച്ച് സമ്മാനം കൊടുക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം പ്രിയമുള്ളവരെ, നമ്മളെ കൂടെ ഒരുപാട് കുട്ടികളുണ്ട്. ഓഡീഷന് വേണ്ടി പോവാണ്. മെയിൻ സ്റ്റേജിൽ ഉദ്ഘാടന പരിപാടി നടക്കുവാണ്. അപ്പം ഏകദേശം 75ഓളം കുട്ടികളാണ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന്. ഈ 75 കുട്ടികളെയും സ്റ്റേജിൽ കയറ്റുക എന്നുള്ളത് ഭയങ്കരമായൊരു കാര്യമാണ്. കാരണം ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം ഈ കുട്ടികളെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് നല്ലൊരു കോച്ചിങ് കൊടുത്ത് ഓഡീഷൻ കൊടുത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് സ്റ്റേജിൽ കയറി മത്സരിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഓഡീഷൻ റൗണ്ട് ചെറിയ രീതിയിലൊന്ന് കണ്ടുവരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് ഈ സമ്മാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സെറൂനി പർദ്ദയാണ് നമുക്ക് ഈ സമ്മാനം സ്പോൺസർ ചെയ്തത്. അള്ളാഹു ആ കടയിൽ ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. നമ്മൾ നേരെ ഈ ഓഡീഷൻ കാഴ്ച ഒന്ന് കണ്ടുവരാം. ഓക്കെ, സീനിയറും ജൂനിയറും വ്യത്യസ്തമായിട്ടാണ് ഓഡീഷൻ ഇവിടെ നടത്തുന്നത്. അല്പം മാറി കല്ലുംകൂട്ടത്തെ തന്നെ ഒരു പള്ളിയുടെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഓഡീഷൻ നടക്കുന്നത്. ഇവിടെയാണ് ഓഡീഷൻ നടക്കുന്നത്. കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഓഡീഷനാണ് നടക്കുന്നത്. മാഷാ അല്ലാഹ്, ധാരാളം കുട്ടികൾ ഇവിടെ ഇരുന്ന് അവരുടെ ഊഴം കാത്ത് നിൽപ്പുണ്ട്. കുറച്ച് കുട്ടികളോട് ആദ്യമായിട്ട് ചോദ്യം ചോദിക്കാൻ പോവാണ്. ഞാനൊരു പാട്ട് പ്ലേ ചെയ്യും. ഇത് ആര് പാടിയതാണ് എന്ന് പറയണം. അത് പറഞ്ഞാൽ നല്ലൊരു സമ്മാനം കൊടുക്കും. അപ്പോൾ നമ്മൾ പാട്ട് പ്ലേ ചെയ്യാൻ പോണേ. ആരാണ് ഈ ആലപിച്ച സൗണ്ട്? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ. കുട്ടികൾക്ക് പിടുത്തം കിട്ടില്ല എന്ന് തോന്നുന്നു. ആരാണ്? അറിയില്ല. അപ്പോൾ 4 കുട്ടികൾക്കും തൽക്കാലം സമ്മാനം നേടാനുള്ള ഭാഗ്യമില്ല. നമ്മൾ അടുത്ത കുട്ടികളെ തേടി പോവാം. ഓക്കെ, പേരെന്താ? സയ്യിദ് റാഫിദ്. സയ്യിദാണ്. മാഷാ അല്ലാഹ്, അല്ലാഹ് ബർക്കത്താക്കട്ടെ. അപ്പോൾ സയ്യിദിനോട് തന്നെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാം. ഈ ഒരു ചോദ്യം ഒരു സയ്യിദായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഞാനൊരു ഗാനം ഇവിടെ പ്ലേ ചെയ്യും. അത് ആര് പാടിയ പാട്ടാണെന്നൊന്ന് പറയണം. ഓക്കെ, ചോദിച്ചാലാ? ഇവൻ കാണുമ്പോൾ ഏകദേശം അറിഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ ചോദിക്കാം. ആര് പാടുന്നവരെ? മാഷാ അല്ലാഹ്, സയ്യിദ് ത്വാഹ തങ്ങൾ പൂക്കോട്ടൂരാണ് ഈ പാടിയത്. ഇതെല്ലാം നേരത്തെ ചോദിച്ച കുട്ടികൾക്ക് അറിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് തങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ലൊരു സമ്മാനം, സെറൂനി പർദ്ദ നൽകുന്ന നല്ലൊരു സമ്മാനം നമ്മൾ തങ്ങൾക്ക് കൈമാറുന്നു. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഈ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കയ്യിൽ കുറച്ച് കടലാസുകളുണ്ട്. ഇതിൽ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് ഇത് എടുപ്പിക്കും. അതിൽ വന്ന പാട്ട് അവർ പാടണം. നിങ്ങൾ ഈ സമ്മാനം ഇവർ കൊടുക്കും. ഓക്കെ, റെഡി അല്ലേ? ഇതിൻ്റെ പേരെന്തത്? മുജീബ്. സ്ഥലം കല്ലങ്കയിൽ നിന്ന് മുജീബാണ്. മുജീബും സുഹൃത്തുണ്ട് കുറച്ചടുത്തുനിന്ന്. മദീന റൗള മുനവറയിൽ എന്ന ഗാനം ആലപിക്കുക. നമ്മൾ നോക്കാം. 4 പേര്. മദീന റൗള. മദീന റൗള മുനവറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടം ചെന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമുതാനും കൊതിയുണ്ടെങ്കിൽ റഹീമായോനേ കരീമായോനേ എൻ്റെ കൊതി വീട്ടിത്താ കധീറായോനേ. സഫ മർവ മലകൾക്കിടയിൽ ചെന്ന് സലാത്തോതാനും തുണയ്ക്ക് കോനേ. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ
റസൂലേ സലാം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അവന് തിരഞ്ഞെടുത്ത ഗാനങ്ങളിൽ ഒന്ന് പാടാൻ വേണ്ടിയിട്ട് മദീന റൗള ഗാനമാണ് തിരഞ്ഞെടുത്തത്. അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സെറൂനി പർദ സ്പോൺസർ ചെയ്ത ഒരു സമ്മാനം മുജീബ് കല്ലങ്കയ്ക്ക് നൽകുകയാണ്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. പ്രിയമുള്ളവരെ, മറ്റൊരു മുത്താലിമീങ്ങൾ പാട്ട് പാടാൻ വന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ബംബ്രാണ് എന്ന് പാടാൻ വന്നതാണ്. മൂന്നാളും പാടാൻ വന്നതാണ്. ഏതായാലും നമ്മൾ ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് സമ്മാനം കൊടുക്കും. ഇവർക്ക് റൗണ്ട് വെച്ചത് നമ്മൾ കയ്യിൽ പേപ്പറുണ്ട്, പാടാൻ പറ്റുന്ന പാട്ട് ഇവർ തിരഞ്ഞെടുക്കും. ഒരു കടലാസ് എടുത്തു, അതിലുള്ള പാട്ട് നിങ്ങൾ പാടണം. പാടിയാൽ ഇതാണ് സമ്മാനം. അറിയാവോ? പർദീസയിലുണ്ടൊരു മുല്ല എന്ന ഗാനമാണ് ഇവർ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നോക്കാം, ഒരു 4 പേര്. പർദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായോരസരമുല്ല പരിശോഭിതമായ നബിയുള്ള പാരിൽ പരിശുദ്ധ റസൂലോരെ സല്ലല്ലാഹ്. പർദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായോരസരമുല്ല പരിശോഭിതമായ നബിയുള്ള പാരിൽ ഏതായാലും ചില തെറ്റുകളും മത്സരത്തിൻ്റെ ടെൻഷനിൽ പിള്ളേർക്ക് ഇച്ചിരി തെറ്റിപ്പോയി. ഏതായാലും അവർ തിരഞ്ഞെടുത്ത പാട്ട് അവർ പാടി, അതിനുള്ളൊരു സമ്മാനം അവർക്ക് നൽകുന്നു. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയാം, കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ദഫ് മത്സരങ്ങൾ ജില്ലാതലത്തിൽ നടത്തപ്പെടാറുണ്ട് ഈ നബിദിനത്തോടനുബന്ധിച്ചിട്ട്. മാഷാ അല്ലാഹ്, ഈ ബേവിഞ്ച കല്ലുംകുട്ടത്ത് ഒരുപാട് വർഷമായിട്ട് ഇവർ മദ്ഹ് റസൂൽ, അതായത് മുത്ത ഹബീബിൻ്റെ മദ്ഹുകൾ പാടുന്ന ഇഷ്കെ റസൂൽ എന്ന് പേരിട്ടിരിക്കുന്ന മദ്ഹ് ഗാനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ബേവിഞ്ചയിൽ മാത്രമാണ്, അതായത് കല്ലുംകൂട്ടത്ത് മാത്രമാണ് വർഷം തോറും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ സംഘാടകർ മുഖ്യ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഇവരോട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. ഇത് പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ, ഇത് ജലീൽക്ക. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ സംഘാടകർ. നാട്ടുകാരുടെ തുറന്ന സമീപനവും സപ്പോർട്ടൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി പ്ലാൻ ചെയ്ത്? എത്ര വർഷമായി നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് നടത്തി വരുന്നു? ഏകദേശം 8 വർഷത്തോളമായി ഇഷ്കെ റസൂൽ എന്ന ഈ പരിപാടി ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു. 2019 അവസാനമായി ഞങ്ങൾ ഈ പരിപാടി നടത്തിയത്. അതിനുശേഷം 2 വർഷം ഞങ്ങൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇപ്രാവശ്യം വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും ആ മദ്ഹുകൾ നബിദിനത്തോടനുബന്ധിച്ചിട്ട് മദ്ഹ് ഗാനങ്ങളാണ് നാട്ടൊട്ടുക്കും മുഴങ്ങി കേൾക്കുന്നത്. ആ മദ്ഹ് നമുക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഏതായാലും എനിക്കൊന്ന് ചോദിക്കാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഏകദേശം കുട്ടികൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ എത്ര പേര് കൂടി ഓഡിഷൻ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്ന് എത്ര കുട്ടികൾ ഏകദേശം സെലക്ട് ചെയ്യും സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്? ഇപ്രാവശ്യം 72ഓളം കുട്ടികൾ നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് വന്നല്ല, നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിഷ് ചെയ്തു. അപ്പം ഏകദേശം 72ഓളം കുട്ടികൾ നമ്മൾ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ആ ഓഡിഷനിലൂടെ നമുക്ക് 24 കുട്ടികളെയാണ് 2 വിഭാഗത്തിലായി ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ജൂനിയർ വിഭാഗത്തിൽ 12 കുട്ടികളും സീനിയർ വിഭാഗത്തിൽ 12 കുട്ടികളുമാണ് ഈ ഓഡിഷനിലൂടെ സെലക്ഷൻ ലഭിച്ച കുട്ടികളാണ് വേദിയിൽ മത്സരിക്കുന്നത്. 24 കുട്ടികൾ ഇവിടെ സംബന്ധിച്ച എല്ലാ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓഡിഷനിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അവരെ നിരാശരായി തിരിച്ചയക്കുന്നില്ല. തൃക്കരിപ്പൂര് മുതൽ ഉപ്പള വരെയുള്ള കുട്ടികൾ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മദ്രസ കുട്ടികൾക്കും ഇച്ചിരി വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇത് കണ്ടിട്ട് മറ്റുള്ള നാട്ടുകാർ മാതൃകയാക്കണം. റബീഉൽ അവ്വൽ ഒരുപാട് പരിപാടികളൊക്കെ വെക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള മദ്ഹ് ഗാന മത്സരങ്ങൾ കൂടി വെക്കണം. നമ്മുടെ വളർന്നു വരുന്ന മക്കളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ ഇത് ഹേതുവാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിൽ അല്പനേരം ഞങ്ങളുമായി സഹകരിച്ചതിന്. താങ്ക് യു. തങ്ങളിൽ സദാ ചൊല്ലിടാൻ സലാം ഷഫീഉൽ വരാ ത്വാഹ മുർത്തല തങ്ങളിൽ സദാ ചൊല്ലിടാൻ സലാം ലോകം വാഴുന്നാഥന്റെ നൂറാലമൈതനൂരേ മോഹത്തോടി മാലോകർ കാത്തിരുന്ന സിറാജ്
അഖില ചരാചര നായകനേകിയവരെ നൂരേ അഭയം തേടിടുവാനില്ലെങ്കിൽ ഒരു കരുനബിയല്ലേ നാളിലെന്നേ വിധി പറയും നേരം പാപികൾ നമ്മൾ ശഫാഅത്ത് തേടുമ്പോൾ മഹ്ശറ നാളിലെന്നേ വിധി പറയും നേരം പാപികൾ നമ്മൾ ശഫാഅത്ത് തേടുമ്പോൾ അന്നേരം തിരുനബി സുജൂദിലായി വീഴും പാപികൾ നമ്മൾക്കായി വരനോട് തേടും അന്നേരം തിരുനബി സുജൂദിലായി വീഴും പാപികൾ നമ്മൾക്കായി വരനോട് തേടും മുത്ത് റസൂലുള്ളാഹ് സത്യ ഹബീബുള്ളാഹ് അസ്സലാമു അലൈക യാ റഫീഖല്ലാഹ് മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാഹ് വഫാത്തിൻ സമായത്തും ഉമ്മത്തിനെ യോർത്ത് വിതുമ്പിയൻ റസൂലുള്ളാഹ്. വേറെ കുറച്ച് കുട്ടികളെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരോട് കൂടി ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. സബ്സ്ക്രൈബേഴ്സ് നിങ്ങളും ഈ ചോദ്യം കേട്ടോളൂ. ഇതാണ് ചോദ്യം. ശരിക്കും കേൾക്കണേ പാട്ടെ? പാട്ടറിയാലോ? പാടിക്കാം. ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തുകൊടുത്തൊരു പേര് മുഹമ്മദനെ ഖുദ്സിന്റെ മിനാരമിലൂടെ മാനമിലേറി പറന്നവരെ മിഹ്റാജിൽ മന്നാനൊപ്പം മുനാജ നടത്തിയതും മജബേ ണ്ടൊരു മുല്ല പരിഭാവന നന്നായി പാടുന്നുണ്ട്. പരിശോഭിതമാണ് നബിയുല്ലാഹ് പാരിൽ ഓക്കെ അല്ലേ? പാടില്ല എല്ലാവർക്കും അറിയുന്ന നല്ലൊരു സോങ്ങാണ്. ചോദ്യം, ഈ പാട്ട് 3 പേർ ചേർന്നാണ് പാടിയത്. ആരൊക്കെയാണ് ആ 3 പേര്? പറഞ്ഞ അറിഞ്ഞോളെ പറഞ്ഞു. പെട്ടെന്നവരാണോ? എനിക്കറിയോ? 3 ആള് ഏറ്റവും നന്നായിട്ട് പാടിയതാണ്. പക്ഷെ ആ 3 പേരാണ് ഈ പാട്ട് പാടിയതെന്ന് കുട്ടികൾക്ക് അറിയാം. പക്ഷെ ഒരാളെ പേരാണ് ഇവർ പറഞ്ഞത്, അത് തെറ്റാണ്. 3 ആളാണ് പാടിയത്. 3 പേര് ഇവർക്ക് അറിയാത്തതുകൊണ്ട് തൽക്കാലം ഈ സമ്മാനം മറ്റു കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് കല്ലുംകൂട്ടത്തെ കുറച്ച് യുവാക്കളുണ്ട്, ഇവരോട് നമ്മൾ ചോദ്യം ചോദിക്കാം. അപ്പൊ ഗാനങ്ങൾ എല്ലാവരും കണ്ടല്ലോ. പരദീസയിലുണ്ടൊരു മുല്ല ഒരുപാട് ഇറ്റായ പാട്ടാണ് ഇത്. 3 കുട്ടികൾ ചേർന്നാണ് പാടിയത്. ആ 3 കുട്ടികളുടെ പേരറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. പറയാൻ പറ്റുമോ? ചർച്ചയിലാണ്, നോക്കാം. പരദീസയിലുണ്ടൊരു മുല്ല 3 കുട്ടികളാണ് പാടിയത്. ആ പാടിയ കുട്ടികളുടെ പേര് പറഞ്ഞാൽ അപ്പോൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മൾ അടുത്ത ആളെ കൂടി തേടിപ്പോയി ആ സമ്മാനം കൊടുക്കാം. അപ്പം നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് കുരുന്ന് മക്കളുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഒരാളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നു. ഉത്തരം പറയുകയാണെങ്കിൽ ദറൂനി പർദ്ദ നൽകുന്ന ഒരു സമ്മാനം ഈ പറയുന്ന കുട്ടി ആർക്കെങ്കിലും ഒരാൾ കൊടുക്കും. നമ്മൾ ചോദ്യം ചോദിച്ചാലോ? ഞാൻ ചോദിക്കുന്നത്, ഈ പനയോലയിലൊരു ആ പാട്ടാരിയോ നിങ്ങളൊക്കെ ഒരു 4 പേര് പാടിയേ. പടിവാതിൽ ചെറുതടിലാണ് തങ്ങളുടെ പൂങ്കുടിലാണ് കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അത് കേട്ട് സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അതിർ
യാ റസൂലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് വരുവാണ്, ഒരുപാട് വൈകിപ്പിക്കുന്നില്ല. ഈ ഗാനം ഏത് ആൽബത്തിലേതാണെന്നറിയാവോ? ഏത് ആൽബമാണ്? ഓക്കെ, മുത്തിൻ്റെ കൊട്ടാരം. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പാട്ട്, ഈ പ്രശസ്തമായ ലോക മലയാളികൾ നെഞ്ചിലേറ്റിയ ഈ ഒരു ഗാനം രചിച്ചത് ആരാണ്? നൗഷാദ് ബാക്കി ഉസ്താദ്. ഉറപ്പാണോ? നൗഷാദ് ബാക്കി ഉസ്താദ് പാട്ട് എഴുതാറുണ്ടോ? ഉറപ്പാണോ? ഉസ്താദ് പ്രാസംഗികനല്ലേ? ഉറപ്പാണോ? കുട്ടി പറയുന്നത് ഈ ഗാനം രചിച്ചത് നൗഷാദ് ബാക്കവി ഉസ്താദാണ്. ഉത്തരം ശരിയാണ്. AM നൗഷാദ് ബാക്കവി ഉസ്താദ് അവരുടെ ഒരു മനോഹരമായ സൃഷ്ടിയാണ്. സുഹൈൽ ഫൈദി കൂരാടാണ് ഇത് പാടിയത്. മോൻ്റെ പേരെന്താ? അബ്ദുൽ ബാസിദ്. എവിടെ നിന്ന് വരുന്നു? പോവൽ തന്നെ. ഓക്കെ, പോവിൽ നിന്ന് വന്ന ഈ കുട്ടിക്കാണ് നമ്മുടെ സെറൂനി പർദ്ദ നൽകുന്ന ഈ ഒരു സമ്മാനം. മാഷാ അല്ലാഹ്, കൈയടിക്കരുതാരും, ഒരു തക്ബർ. അല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഏതായാലും വിജയ ആശംസകൾ നേരുന്നു. ഓക്കെ, മാഷാ അല്ലാഹ്. ഒരുപാട് പേരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കുറേ ആൾക്കൊന്നും അറിഞ്ഞിട്ടില്ല, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലും. ഏതായാലും ഈ ഒരു കുട്ടി, ഈ ഒരു പൊന്നുമോൻ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി വന്ന പിഞ്ചു പൊന്നോമനകളുണ്ട്. അപ്പോൾ ഇവരോട് ഞാൻ ചോദ്യം ചോദിച്ചു, പക്ഷെ താല്പര്യമില്ല. ഏതായാലും ഇവരെ കൊണ്ട് ഒരു 4 വരി മദ്ഹ് ഗാനം പാടാം മക്കളെ. ഓക്കെ, പാടിക്കാം. വഴികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വഴികൾ സുഗന്ധപ്പുമണമാണ്, അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിയായി കനിഞ്ഞൊരു നബിയാണ്, ജന്നത്തിലാ റൗളത്തുക ഖൽബൻ മഅ്ശൂഖ. മാഷാ അല്ലാഹ്, കൊച്ചു പെൺകുട്ടികൾ ഒരുപാട് നല്ലൊരു ഗാനം പാടി. അവൻ നമുക്ക് വീണ്ടും ഒരു കൂട്ടങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഇവരോടൊരു ചോദ്യം കൂടി ചോദിക്കാം. കുട്ടികൾ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഇവർ കൊടുക്കുകയാണ്. ഇതിൽ 2 പാട്ടുണ്ട്. ഇത് നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പാട്ട് നിങ്ങൾ പാടണം. ഒരാളെടുക്കണം. 5 പേരുണ്ട്. നമ്മൾ സമ്മാനം കൊടുക്കുന്ന ഒരാൾ കാണും. ആരെ സെലക്ട് ചെയ്യും? നീ ഏതായാലും ഒരു സമ്മാനം കിട്ടിയ കുട്ടിയാണ്. 10 എന്ന് പറയുന്നവർക്ക് പാടാം. 1 2 3 4 5 6 7 8 9 10. തബ്രീദാണ് നമുക്ക് ഈ പാട്ട് പാടാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏതായാലും ഇതിൽ 2 പാട്ടുണ്ട്. അവന് തിരഞ്ഞെടുക്കുന്ന പാട്ട് അവന് പാടിയ സമ്മാനം നമുക്ക് കൊടുക്കാം. തബ്രീദിന് കിട്ടിയ പാട്ട് ഏതാണെന്ന് നോക്കാം. നല്ലൊരു മുത്ത് ഹബീബിൻ്റെ മദ്ഹ് ഗാനം ഒരു 4 പേര് നന്നായിട്ട് പാടുവാണെങ്കിൽ നമ്മൾ സമ്മാനം കൊടുക്കാം. ഓക്കെ, പാടി. പ്രതീക്ഷയാം പ്രിയരേ പ്രകാശമയം അലത്തിനലങ്കാരം അലമുൽ മുദാരം അലിമിൽ മലർഹാരം അലൻ നബി സലാം സ്വർഗ്ഗത്തിന്റെ സുഹൃതഭാവിൽ സുബ്ഹാനോടൊരു കുറിച്ച് ദമം. സന്തോഷം. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു പാട്ട് മദ്ഹ് മോൻ പാടി തന്നതുകൊണ്ട് ഒരു സമ്മാനം കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നു. സെറൂനി പർദ്ദ നൽകുന്ന ഈ മനോഹരമായ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട തബ്രീദ് മോന് നൽകുന്നു. ഓക്കെ, മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ, മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ, അടയും അന്നെൻ്റെ കൺകൾ തളരും എൻ്റെ കൈകൾ ഇടരും എൻ്റെ മുടികൾ, തേന്മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അരിവാൽ മൊഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ
കസ്തൂരി കുളിർ വീശും മധുമലർവാസം കഹനിലെ ചന്ദ്രിക തോൽക്കും സുഹാസം കസ്തൂരി കുളിർ വീശും മധുമലർവാസം കഹനിലെ ചന്ദ്രിക തോൽക്കും സുഹാസം മുസ്തഫ നൂറ് ബുഹൂർ പലാർ മുത്തഖീങ്ങൾ നീന്തി തുടിക്കും തേനാർ ആ ഫദ്ലാരിൽ നീരാടുവാൻ ആശിഖായെന്നും നേരുന്നു ഞാൻ സ്വല്ലല്ലാഹു അലാ യാ റസൂലല്ലാഹ് നൂറുല്ലാഹ് യാ ഹബീബല്ലാഹ് കസ്തൂരി കുളിർ വീശും മധുമലർവാസം കഹനിലെ ചന്ദ്രിക തോൽക്കും സുഹാസം. മോൻ്റെ പേര് മുഹമ്മദ്. മുഹമ്മദ്. ഓക്കെ, മുഹമ്മദ്. അപ്പം മുഹമ്മദിനോട് അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യം നേരത്തെ നമ്മൾ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരാരും ആൻസർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടിയോട് കൂടി ഒന്ന് ചോദിക്കാം. ഓക്കെ, ഞാനൊരു പാട്ട് വെച്ച് തരും മോനെ, അത് ആര് പാടിയതാണെന്ന് പറയണം. പാട്ട് മൊത്തം കേൾക്കണോ? പാട്ട് കേൾക്ക് ഇവിടെ നോക്കിയിട്ട്. പാട്ട് കേട്ടോ? ഇതാര് പാടിയതാണെന്നറിയോ? ഷുക്കൂർ ഇർഫാൻ ഉസ്താദ് പാടിയല്ലേ? ഉറപ്പാണോ? ഷുക്കൂർ ഇർഫാൻ ഉസ്താദിനെ അറിയോ? എങ്ങനെ, കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടാണോ? അവൻ കുട്ടി പറഞ്ഞത് ഷുക്കൂർ ഇർഫാനി ചെമ്പിരിക്ക ഉസ്താദ് പാടിയ പാട്ട് എന്നാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ എഴുതിയ മനോഹരമായ വരികളാണ്. ത്വാഹ തങ്ങൾ തന്നെയാണ് പാടിയത്. പക്ഷേ ഇപ്പം ഞാൻ കേൾപ്പിച്ച ഈ വേർഷൻ ഷുക്കൂർ ഇർഫാനി ചെമ്പിരിക്ക തന്നെയാണ് പാടിയത്. ഈ അവസാനത്തെ സമ്മാനത്തിന് ഈ കുട്ടി അർഹനായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എന്നാ ഈ സമ്മാനം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഓഡിഷൻ റൗണ്ടിൽ ഞാൻ ഈ കുട്ടിയുടെ പാട്ട് കേട്ടിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടി പാടുന്ന കണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ജഡ്ജസിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, സെലക്ഷൻ കിട്ടിയിട്ടില്ല. ഏതായാലും ആ ഓഡിഷൻ റൗണ്ടിൽ കുട്ടി പാടിയ പാട്ടിൻ്റെ 4 വരി നമുക്ക് കേട്ടിട്ട് ഇന്നത്തെ വ്ളോഗ് മറ്റു കാഴ്ചകളിലേക്ക് പോവാം. വെള്ളി നിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടത് പോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു മാമരങ്ങളോതി സ്വലാമന്ത്യദൂതില് മാല കോർത്തിടുന്നു വിന്നി താരകങ്ങള് ആശിം ഖുറൈശിയിലെ ചെമ്മലർ നൂറ് ആരിലും പിരീശമേകും തങ്ക സിറാജ് പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. ഇനി ജൂനിയർ സീനിയർ മത്സര ഫലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ജൂനിയറിൽ സീനിയറിൽ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയ കുട്ടികളുടെ പാട്ടിൽ അല്പം വരികൾ കൂടി നമ്മൾ കേട്ടിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കും. അവസാനം വരെ കാണുക. ചെക്സ് നമ്പർ 201 ഷറഫാസ് ചെർക്കള. ഷറഫാസ് ചെർക്കളയാണ് ഇഷ്കെ റസൂൽ 2022 ജൂനിയർ വിഭാഗത്തിലെ വിജയി. ഈ 3 പേരാണ് ഇഷ്കെ റസൂൽ 2022 സീനിയർ വിഭാഗത്തിലെ വിജയികൾ.
സീനിയർ വിഭാഗം മത്സരത്തിലെ 3ാം സ്ഥാനം നേടിയിരിക്കുന്ന മുഹമ്മദ് മിദ്ലാജിന് ലഭിക്കുന്നു ക്യാഷ് പ്രൈസും മനോഹരമായ ട്രോഫിയും. ഇവരിൽ ഒരാളാണ് ഇഷ്കെ റസൂൽ 2022 വിജയ്. ഇഷ്കെ റസൂൽ 2022 സീനിയർ വിഭാഗം മത്സരത്തിലെ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെക്സ് നമ്പർ 309 അഫ്സൽ കലൂരാവി. അഫ്സൽ കലൂരാവിയാണ് സീനിയർ വിഭാഗത്തിലെ 13 കണ്ടസ്റ്റന്റുകളിൽ ഏറ്റവും മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ബേവിഞ്ചയിൽ ഇന്ന് നടന്ന കല്ലുംകൂട്ടത്തിൽ നിന്ന് നടന്ന ജില്ലാതല മദ്ഹ് ഗാന മത്സരം ഇവിടെ സമാപിച്ചു. എൻ്റെ ഈ വശത്ത് കാണുന്നതാണ് ജൂനിയർ വിഭാഗം വിജയ്, ഇത് സീനിയർ വിഭാഗം വിജയ്. മാഷാ അല്ലാ, ഒരുപാട് നല്ല കാസർഗോഡ് ജില്ലയുടെ തൃക്കരിപ്പൂർ മുതൽ ഉപ്പള വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം പേർ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിശക്തമായ മത്സരമാണ് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ നടന്നത്. മാഷാ അല്ലാ, നല്ല രീതിയിലുള്ള നല്ല പാട്ടുകൾ നമുക്ക് പാടിത്തന്ന മുത്ത് ഹബീബിൻ്റെ അപദാനങ്ങൾ മാഷാ അല്ലാ ഹൃദയത്തോട് ചേർത്ത് വെച്ച സുഖസുന്ദരമായ ശൈലിയിൽ നമുക്ക് ആലപിച്ച 2 വിജയികളാണ് പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഷഫീഉൽ വറാ ത്വഹ മുർത്തല തങ്ങളിൽ സദാ ചൊല്ലിടാം സലാം. ലോകം വാഴുന്നാതിൻ്റെ നൂറാലമൈത്തനൂരേ മോഹത്തോടി മാലോകർ കാത്തിരുന്ന സിറാജ് കാത്തിരുന്ന സിറാജ്. സർഫറാസ് ഏതായാലും നല്ലൊരു ഗാനം മാഷാ അല്ലാ. സീനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ഉസ്താദിൻ്റെ ഗാനം കൂടി കളിക്കും. ഉസ്താദിൻ്റെ സ്ഥലം എവിടെ നിന്നാണ് പറഞ്ഞത്? ഞാൻ കല്ലൂരാവിയാണ്, കാനങ്ങാട്. പേര് അഫ്സൽ. എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അതികഠിനമായ മത്സരമായിരുന്നു സീനിയർ വിഭാഗത്തിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഉസ്താദിൻ്റെ ആ ഒരു പാട്ടിൻ്റെ 4 പേര്. കസ്തൂരി കുളിർ വീശും മധുമലർവാസം കാലിലെ ചന്ദ്രിക തോൽക്കും സുഹാസം മുസ്തഫ നൂർ ബുഹൂർ പലാർ മുത്തത്തേങ്ങൾ നീന്തി തുടിക്കും തേനാർ. അഷ്കർത്തക്കെ കണ്ടിൻ്റെ ഗാനമാണ് തോന്നുന്നത്. മാഷാ അല്ലാ, എൻ്റെ സുഹൃത്ത് പാടലുണ്ട്, വലിയ ഇഷ്ടത്തോടെ പാടലുണ്ട്. ഏതായാലും മാഷാ അല്ലാ, നല്ല ഒരു എന്താ പറയേണ്ടത്, സദസ്സിനെ ഒന്നടങ്കം കോരിത്തെരിപ്പിച്ച 1ാം സ്ഥാനക്കാർ തന്നെയാണ് ഇവർ. നല്ല നല്ല മദ്ഹ് ഗാനങ്ങൾ കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെട്ട പല ഗായകരും ഇവിടെ വന്ന് പാടി. ജൂനിയർ തലത്തിലും സീനിയർ തലത്തിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ തമ്പടിച്ചു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർഷം തോറും മുത്തുനബിയുടെ മദ്ഹ് പാടാൻ വേണ്ടി ഒരു വേദിയൊരുക്കുന്ന ഈ കല്ലുംകൂട്ടം ബേവിഞ്ചയിലെ യുവാക്കൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. വരും വർഷങ്ങളിൽ ഇതിനേക്കാളും ഉഷാറായിട്ട് തന്നെ നിങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ബ്ലോഗിനിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചില കുട്ടികളോട് നമ്മൾ ചോദിച്ചു, അവർക്ക് സമ്മാനങ്ങളും നൽകി. ആ സമ്മാനം അവർക്ക് നൽകാൻ വേണ്ടി എന്നെ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ പച്ചക്കാട്. അദ്ദേഹത്തിൻ്റെ സെറൂനി പർദ എന്ന ഒരു കടയുടെ പേരിലാണ് സമ്മാനങ്ങളൊക്കെ തന്നത്. ഫൈസലിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇവിടുത്തെ സംഘാടകർക്കും ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാ, ഇതുവരെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഈ ചാനൽ വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. StarNet+ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ നിൽക്കുക. പുതിയ ഒരു വ്ളോഗുമായി വരും വരെ ബായ്. Thank you.